വിധികർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിൽ SFIക്കെതിരെ കെ സുധാകരൻ. ഷാജിയുടെ മരണത്തിൽ ഉത്തരവാദി SFI ആണ്. മത്സരം അട്ടിമറിക്കാൻ SFI ഇടപെട്ടെന്നും കെ സുധാകരൻ ആരോപിച്ചു. അതേസമയം കണ്ണൂരിലെ നൃത്താധ്യാപകൻ ഷാജിയുടെ മരണം കീടനാശിനി അകത്ത് ചെന്നിട്ടാണെന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ശരീരത്തിൽ അടിയേറ്റതിന്റെ പാടുകളോ ലക്ഷണങ്ങളോ ഇല്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രാഥമികമായി പറയുന്നത്. അമൽനാഥ് ഉണ്ട് വിശദാംശങ്ങളുമായി. അമൽ, ഷാജിയുടെ മരണത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കുടുംബം വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലം കൂടി നമുക്കിപ്പോൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. പക്ഷേ കീടനാശിനി ഉള്ളിൽ ചെന്നുള്ള ഒരു ജീവഹാനിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രതികരണങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ അമൽ? ഭദ്ര, ഷാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഷാജിയുടെ മരണം കീടനാശിനി അകത്ത് ചെന്നിട്ടാണ്. ശരീരത്തിൽ അടിയേറ്റതിന്റെ പാടുകളോ ലക്ഷണങ്ങളോ ഒന്നും ഇല്ല എന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. എങ്കിലും വിശദമായ റിപ്പോർട്ട് അടുത്ത ദിവസം ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഷാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ പ്രധാനമായും ആരോപിച്ചത് ഈ മരണത്തിൽ ദുരൂഹതകൾ ഉണ്ട്. ഷാജിയുടെ മുഖത്ത്, അതായത് കണ്ണിന് താഴെയായും കഴുത്തിലായും ചില കറുത്ത പാടുകളുണ്ട്. എവിടെ നിന്നെങ്കിലും അടി ലഭിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്, മർദ്ദനമേറ്റിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്നാൽ ഷാജിയോട് അമ്മ ഇത് ചോദിച്ചപ്പോൾ തനിക്ക് മർദ്ദനങ്ങളൊന്നും ഏറ്റിട്ടില്ല എന്നൊരു മറുപടിയാണ് ലഭിച്ചത് എന്ന കാര്യങ്ങളാണ് അമ്മയും സഹോദരനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് അടിയേറ്റതിന്റെ പാടുകളോ ലക്ഷണങ്ങളോ ഒന്നും ഇല്ല എന്നാണ്. കീടനാശിനി അകത്തു ചെന്ന മരണമാണ് എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിശദമാക്കിയിട്ടുള്ളത്. എന്തായാലും വിശദമായ റിപ്പോർട്ടുകൾ കൂടി ലഭിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ കൂടുതൽ വ്യക്തതകൾ വരികയുള്ളൂ. നാളെയോടുകൂടി ഇതിന്റെ വിശദമായ റിപ്പോർട്ടുകൾ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഷാജിയുടെ മരണത്തിൽ കണ്ണൂർ സിറ്റി ഇൻസ്പെക്ടർ കൈലാസ് നാഥിന്റെ നേതൃത്വത്തിൽ ഊർജിതമായ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്.